മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ. മദീനയിലെ ഏറ്റവും ശ്രേഷ്ഠനായ സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുമ്പോൾ മിക്ക സമയങ്ങളിലും പ്രവാചകനെ അനുധാവനം ചെയ്ത, പ്രവാചകൻ്റെ കൂടെ യാത്ര പോയ വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവൃത്തിയും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അത് പിൻപറ്റുന്നതിൽ ജാഗ്രത കാണിച്ചൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. സഹാബികളുടെ കൂട്ടത്തിൽ അഗാധ ജ്ഞാനവും അതുപോലെ തന്നെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം അതീവ ശ്രദ്ധയുമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അഗതികളോടും അനാഥരോടുമുള്ള അങ്ങേയറ്റത്തെ കനിവും ദയവുമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം തൻ്റെ കൂടെ ദരിദ്രനായ ഒരാളെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നൊരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റമദാൻ മാസം വന്നാൽ ഇഫ്താറുകൾക്ക് തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ദീർഘനേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഭക്ഷണത്തിനായി വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകുന്നൊരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അഗതികളോടും അനാഥകളോടും അങ്ങേയറ്റ ദയാവായ്പയോടുകൂടി പെരുമാറിയുന്നൊരു വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അതേസമയം സഹാബികളുടെ ഇടയിൽ ദീനിനെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള, പ്രവാചക ചര്യയെ ധാരാളമായി പിൻപറ്റിയ, അതുകൊണ്ട് അദ്ദേഹത്തെ മുത്തബിഉ സുന്നത്തിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രവൃത്തിയും അനുധാവനം ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം.